ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു നെക്ക് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ലൈനിങ് പീസും ഒരു മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ അകലം 3.5 എടുക്കുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി എടുക്കാം. നെക്ക് ലെങ്ത് സ്ട്രെയിറ്റ് വെക്കുമ്പോൾ 6.5 ആ അകലത്തിൽ നിന്നും ലെങ്തിലേക്ക് ചരിച്ചൊരു ലൈൻ വി പോലെ കൊടുക്കാം. ചരിച്ച് വെക്കുമ്പോൾ 7.5 കിട്ടും. അവിടെ വിയുടെ ആ എൻഡിൽ നിന്നും താഴെ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യണം. സ്ട്രെയിറ്റ് ലൈൻ 2.25 ലെങ്ത് കൊടുക്കേണ്ടത്. അവിടെ നിന്ന് ഒരു കർവ് പോലെ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച എൻഡിലേക്കൊന്ന് മുട്ടിച്ച് കൊടുക്കണം. ഇപ്പുറവശവും 2.25 എടുക്കുന്നത്. രണ്ട് വശവും ഒരുപോലെ 2.25 തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ലൈനിങ് പീസ് കൂടി വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതനുസരിച്ച് ഇതൊന്ന് കറക്റ്റ് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കും. ഇത് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതുപോലൊരു പീസ് ക്ലോത്ത് എടുക്കണം. അതിൻ്റെ വീതി 1.5 നമുക്ക് വേണ്ടത്. അതിങ്ങനെ രണ്ട് സൈഡിലേക്കും ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് മതിയാവും. തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഒരു സൈഡ് നെക്കിൻ്റെ ലെങ്ത് 7 അപ്പോൾ ടോട്ടൽ 14 എന്ന് പറയുന്ന ഒരു 15 ലെങ്തിനൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് അത് കറക്റ്റ് ഒന്ന് വെച്ച് നോക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെയിൻ ക്ലോത്തും ലൈനിങ് പീസും കറക്റ്റ് ഒന്ന് നിവർത്തി വെച്ച് ശരിയായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെച്ച് 4 സൈഡും പിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ് ആണ്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ചിട്ട് വേണം ഇതേ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുക്കാനായിട്ട്. കറക്റ്റ് ഒന്ന് എല്ലാ കോർണർ തോറും നല്ല രീതിക്കൊന്ന് നമ്മുടെ ആ സ്റ്റിച്ചിട്ട് ആ തയ്യൽ കട്ടാവാതെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ തിരിച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ആ എടുത്ത് ഫോൾഡ് ചെയ്ത് നമ്മൾ 1 ഇഞ്ച് ആക്കിയില്ല, ആ പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ അടിയിലേക്ക് ആ വിട്ട് കിടക്കുന്ന ഭാഗമല്ല, അല്ലാതെ ചേർന്നിരിക്കുന്ന ആ ഭാഗം അടിയിലേക്ക് നെക്കിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ആ താഴത്തെ ആ ഒരു വിയുടെ ഷേപ്പ് വന്നേക്കുന്നില്ലേ, അതേ ഒരു അളവിൽ തന്നെ അതൊന്ന് വി പോലെ മാർക്ക് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. ആ മാർക്ക് ചെയ്തേക്കുന്ന ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം. സ്റ്റിച്ചിങ് കട്ടാവാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ട് വെളിയിലേക്ക് നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണം. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വീതിയാണ് അപ്പോൾ കിട്ടുന്നത്. ഇതാണ് നമ്മൾ ആ കറക്റ്റ് നെക്കിലേക്ക് വെച്ചെടുക്കാൻ പോകുന്നത്. രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഈ ഒരു പോയിൻറ്റും നെക്കിൻ്റെ ആ ഒരു വി പോയിൻറ്റും കറക്റ്റ് സെൻറ്ററിലാക്കി ഒന്ന് പിൻ ചെയ്തെടുക്കണം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് നെക്കിൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.